ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മൾ 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ ജനറലി ടീനേജേഴ്സ് എന്ന് പറയില്ലേ, നമ്മൾ ടീനേജേഴ്സുള്ള കുട്ടികൾക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് വാക്സിൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത്. ടീനേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ തരത്തിലും ചേഞ്ചസ് വരുന്നതാണ്. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി എല്ലാം ചേഞ്ച് വരുന്നൊരു സമയമാണ്. അപ്പോൾ അസുഖങ്ങൾ വരാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന് ഇതുവരെ വാക്സിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും എല്ലാം നിങ്ങളുടെ കുഞ്ഞിന് ഓൾമോസ്റ്റ് വാക്സിൻസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 10 വയസ്സിൽ നമ്മളൊരു TD വാക് എന്നുള്ളൊരു വാക്സിൻ കൊടുക്കുക. ഗവൺമെൻറ് സെക്ടറിൽ ഫ്രീലി അവൈലബിൾ ആണ്. ടെറ്റനസിൻ്റെയും ഡിഫ്തീരിയയുടെ വാക്സിനാണ്. അത് തീർച്ചയായിട്ടും എടുക്കണം. സെക്കൻഡാണ് MMR എന്നുള്ള വാക്സിൻ. മംസ്, മീസിൽസ്, റുബല്ലയ്ക്കെതിരെ. എസ്പെഷ്യലി നമ്മുടെ പെൺകുട്ടികൾ റുബല്ല വാക്സിൻ എടുത്തിരിക്കണം. റുബല്ല ഇൻഫെക്ഷൻ വരുന്നത് ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ചെറിയ പനി, ഒരു തെരിതെരിയായിട്ട് പൊന്തൽ, അല്ലെങ്കിൽ ചെറിയൊരു കഴല് വീക്കം, അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അതുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടുക, തിമിരം പോലെ, ചെവി കേൾവി നഷ്ടപ്പെടുക, ഹൃദയത്തിന് തകരാറ്, ബ്രെയിനിൻ്റെ വളർച്ച മുരടിക്കുക, അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ വാക്സിൻ കൊണ്ട് നമുക്ക് ഒരു ലൈഫ് ലോങ് ഉണ്ടാകാൻ പോകുന്നൊരു ദുഃഖത്തെ തടയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും എടുക്കണം. ഇനിയിപ്പോൾ ടീനേജേഴ്സിന് മാത്രമല്ല, ഈ കാണുന്ന ഓരോ ഗേൾസും ചൈൽഡ് ബിയറിങ് ഏജ് ഗ്രൂപ്പിൽ നിങ്ങൾ മാരീഡ് ആവും, ഇപ്പോൾ റീസെൻ്റ്ലി അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സിൻ്റെ ഉള്ളിലൊക്കെ മാരീഡ് ആവും എന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ വാക്സിൻ, റുബല്ല വാക്സിൻ എടുക്കുന്നത് എന്തുകൊണ്ടും യൂസ്ഫുൾ ആണ് കേട്ടോ. ഇനി തേർഡ് വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ എന്നുള്ളത്. മഞ്ഞപ്പിത്തത്തിനെതിരെ. ഈ ഹെപ്പറ്റൈറ്റിസ് B വന്നാൽ ലിവറിനെ അത് സാരമായിട്ട് ബാധിക്കും. ചില ആൾക്കാർക്ക് അത് സ്ഥിരമായിട്ടുള്ള ലിവറിൻ്റെ രോഗമായിട്ട് മാറും, ലിവറിൻ്റെ ക്യാൻസറായിട്ട് മാറാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ നമ്മൾ എടുക്കണം. 3 ഡോസാണ്. ഒന്ന് എടുക്കുക, 1 മാസം കഴിഞ്ഞിട്ട് ഒന്ന് എടുക്കുക, 6 മാസം കഴിഞ്ഞിട്ട് എടുക്കുക. ഈ ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ ഒട്ടുമിക്ക കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ കാർഡ് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. പിന്നെ അടുത്ത 4ാമത്തെ വാക്സിനാണ് ചിക്കൻ പോക്സിൻ്റെ വാക്സിൻ. ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല ബുദ്ധിമുട്ടാണ്. മുഖത്തൊക്കെ പാടുകളും ദേഹത്ത് വരും. ചില കുട്ടികൾക്ക് ന്യൂമോണിയ, ബ്രെയിനിനെയൊക്കെ ബാധിക്കാം. അപ്പോൾ ചിക്കൻ പോക്സിൻ്റെ വാക്സിനും നമ്മൾ 2 ഡോസായിട്ട് എടുത്താൽ നല്ലതായിരിക്കും. പിന്നെയുള്ളതാണ് സാധാരണ വയറിളക്കം വരുന്ന. വയറിളക്കം എന്ന് വെച്ചാൽ വായയിലൂടെയുള്ള, വെള്ളത്തിലൂടെ പകരുന്നൊരു ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അത് ഹെപ്പറ്റൈറ്റിസ് A ആണ്. ഇപ്പം നിങ്ങൾ പല സ്ഥലത്തും മഞ്ഞപ്പിത്തം പടരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ മഞ്ഞപ്പിത്താണ് ഹെപ്പറ്റൈറ്റിസ് A ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനും വാക്സിൻ ഉണ്ട്. 2 ഡോസാണ്. ഒന്ന് എടുത്തിട്ട് 6 മാസം കഴിഞ്ഞിട്ട് അടുത്ത ഡോസ് എടുക്കുക. അപ്പം നിങ്ങളുടെ പരിസരങ്ങളിൽ മഞ്ഞപ്പിത്തത്തിന് എന്തെങ്കിലും ലാഞ്ചൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോയി എടുക്കുക. അങ്ങനെ ഇല്ലെങ്കിലും എടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി അടുത്തൊരു വാക്സിനും കൂടിയും പറഞ്ഞു തരാനുള്ളതാണ് നമ്മുടെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV വാക്സിൻ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ടീനേജേഴ്സിന് എന്തുകൊണ്ടും, ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും കിട്ടിയാൽ നല്ലതായിട്ടുള്ളൊരു വാക്സിനാണ് HPV. അത് ഗവൺമെൻറ് അതിൻ്റെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അതെന്ന് വെച്ചാൽ ഈ ഗർഭാശയമുഖ ക്യാൻസർ, സെർവിക്സിൻ്റെ ക്യാൻസറിന് എഗെയിൻസ്റ്റൊക്കെ ഉള്ള വാക്സിനാണ്. പിന്നെ ബോയ്സിന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുള്ള ക്യാൻസറും അങ്ങനത്തെയൊക്കെ ക്യാൻസറിനെതിരെ പ്രിവെൻറ്റ് ചെയ്യുന്ന വാക്സിനാണ് HPV വാക്സിൻ. അപ്പോൾ അതെടുത്താലും നല്ലതാണ്. അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതിൽ കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടിടൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബൈ ദെൻ, ബൈ ആൻഡ് ടേക്ക് കെയർ.